രാജസ്ഥാൻ റോയൽസിന് അത്ര എളുപ്പമുള്ള സീസൺ ആയിരുന്നില്ല IPL 2025. പല വമ്പൻ താരങ്ങളെയും ലേലത്തിന് മുന്നോടിയായി റിലീസ് ചെയ്ത രാജസ്ഥാൻ റോയൽസിന് മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ തീർത്തും നിരാശപ്പെടുന്ന പ്രകടനങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇനി ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങിയാൽ തീർച്ചയായിട്ടും ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യത്തിൽ ടീമിന്റെ പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ചില നിർണായക അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ് ഇനി RCBയുടെ അടുത്ത മത്സരം നടക്കാനായിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കാനായിരിക്കുന്ന ഈ മത്സരത്തിന് മുന്നേ ആരാധകർ ഉറ്റുനോക്കുന്നത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീമിലേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് മൂലം സഞ്ജു റോൾഡ് ഔട്ട് ആയപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം കാണുമോ എന്ന് തന്നെയാണ് ആരാധകർ നോക്കുന്നത്. എന്നാൽ ഇന്നലെ രാജസ്ഥാന്റെ ബൌളിംഗ് കോച്ച് സഞ്ജുവിന്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് നിർണായക സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. അദ്ദേഹം അടുത്ത മത്സരത്തിനായി അവൈലബിൾ ആയിരിക്കുമെന്നൊരു സൂചനയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തുടർച്ചയായ 4 മത്സരങ്ങളിലാണ് രാജസ്ഥാൻ ഇപ്പോൾ പരാജയപ്പെട്ടു നിൽക്കുന്നത്. പല മത്സരങ്ങളിലും വിജയത്തിന്റെ തൊട്ടടുത്തെത്തിയ ശേഷം രാജസ്ഥാൻ റോയൽസ് കളി കൈവിടുകയായിരുന്നു. ലക്നൌ സൂപ്പർ ജയൻസിനോട് 2 റൺസിനാണ് രാജസ്ഥാൻ തോറ്റത്. അനായാസം രാജസ്ഥാൻ ജയിക്കുമെന്ന് കരുതിയ മത്സരമാണ് അവസാനം ടീം തോൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ടീമിന്റെ തോൽവി. രാജസ്ഥാന്റെ തോൽവിയിലും എല്ലാവരുടെയും കയ്യടി നേടിയത് യുവതാരം വൈഭവ് സൂര്യവംശിയാണ്. 14 വയസ്സുള്ള താരം ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിക്കറ്ററുടെ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 20 പന്തിൽ 2 4ഉം 3 6ഉം സഹിതം 34 റൺസാണ് അരങ്ങേറ്റത്തിൽ സൂര്യവംശി നേടിയത്. പരിക്കേറ്റ നായകൻ സഞ്ജു സാംസന്റെ പകരക്കാരനായി ഓപ്പണർ റോളിലാണ് വൈഭവ് കളിക്കാനായി ഇറങ്ങിയത്. എന്തായാലും രാജസ്ഥാന്റെ ഓപ്പണിംഗിൽ വൈഭവ് ജയ്സ്വാൾ സഖ്യം തുടരാനാണ് സാധ്യത. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥാനമാറ്റമാണ് പുതിയ പ്ലേയിങ് 11-ൽ പറയുന്നത്. 1 ഡൗൺ പൊസിഷനിൽ സഞ്ജു ഇറങ്ങുമെന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നുവെങ്കിലും പഴയൊരു ഫിനിഷർ റോളിലേക്ക് സഞ്ജു ഒരു പരീക്ഷണം നടത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. എഡ്മയറും ധ്രുവ് ജുറലും ഉൾപ്പെടെ ടീമിന്റെ ഫിനിഷിംഗിൽ പരാജയമായി പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടത്. സഞ്ജുവിനെ പോലെ അഗ്രസീവ് അപ്രോച്ചിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരത്തെയാണ് ടീമിന് ഫിനിഷിംഗിലേക്ക് വേണ്ടത്. ഓപ്പണിംഗിൽ സൂര്യവംശി മികച്ച രീതിയിൽ കളിക്കുമ്പോൾ സഞ്ജു 5ാം നമ്പറിലേക്ക് മാറിയിറങ്ങി അടുത്ത മത്സരത്തിൽ ബാറ്റിംഗിനായി എത്തുമെന്നാണ് ESPN ക്രിക്കറ്റ് ഇന്ന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ടോപ്പ് ഓർഡർ മികച്ച പ്രകടനം നടത്തി വിജയത്തിനടുത്തേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിലും വിജയ റൺസിലേക്ക് എത്താനായി ടീമിന് സാധിക്കാറില്ല. നിലവിലെ ഫിനിഷർമാർ നിരാശപ്പെടുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ടീം പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു ഫിനിഷർ റോളിലേക്ക് എത്തുന്നത് ടീമിന് ഗുണം ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.